ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ദ വണ്ടർഫുൾസ് എന്ന ഡ്രാമയുടെ ഏറ്റവും അവസാനത്തെ ഫൈനലായിട്ടുള്ള 8ാമത്തെ എപ്പിസോഡാണ്. അങ്ങനെ കഴിഞ്ഞ എപ്പിസോഡിലായിട്ട് നമ്മളുടെ ചേനിയും കൂട്ടരെയും പാലും അവരുടെ 2 സിസ്റ്റേഴ്സും കൂടി അറ്റാക്ക് ചെയ്യാനായിട്ട് നോക്കി അതിന്റെ ഒടുവിൽ പാല് മരണപ്പെട്ടു പോവുകയും ഡോക്ടർ ഹായും ആ ഒരു സിസ്റ്റേഴ്സും കൂടി ചേർന്നിട്ട് അവരുടെ ആ ഒരു എൻ്റയർ സിറ്റിയെ തന്നെ ഇപ്പൊ നശിപ്പിക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്. അവരെ എക്സ്പെരിമെന്റ്സ് വഴി ക്രിയേറ്റ് ചെയ്തെടുത്ത ആ ഒരു കെമിക്കൽ ഇപ്പോൾ സിറ്റിയിലുള്ള എല്ലാവരുടെ മേത്തേക്കും സ്പ്രേ ചെയ്യിപ്പിച്ചിട്ട് അവരെല്ലാവരെയും ഇങ്ങനെ സൂപ്പർ പവേഴ്സ് ഉള്ള ആൾക്കാരാക്കി മാറ്റുന്നതിനും അതിൽ നിന്ന് ഇവർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ പവേഴ്സും ഉള്ള ഇമ്മോർട്ടൽ ആയിട്ടുള്ള ഒരാളെ സെലക്ട് ചെയ്യുന്നതിനും വേണ്ടിയിട്ടാണ് അവർ ഇത്രയും വലിയൊരു ക്രൈം തന്നെ ചെയ്യാനായിട്ട് പോകുന്നത് നമ്മൾ കണ്ടിരുന്നതാണ്. അങ്ങനെ ഇപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ടതുപോലെ ഈ കാര്യങ്ങളൊക്കെ അറിയുന്ന സണ്ണ് ഇതൊക്കെ തന്നെ ചേനിയുടെ അടുത്ത് പറഞ്ഞിട്ട് നമുക്ക് എങ്ങനെയെങ്കിലും ഈ ഒരു സിറ്റിയെ പ്രൊട്ടക്ട് ചെയ്യണമെന്നും തന്റെ ഭാര്യയും മകളൊക്കെ അവിടെയാണെന്നും അവർക്ക് നമ്മളുടെ പോലെ ഈ ഒരു അവസ്ഥ വരാനായിട്ട് ഒരിക്കലും സമ്മതിക്കരുതെന്നൊക്കെ പറഞ്ഞ് ഇപ്പൊ കരഞ്ഞ് നിലവിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതേ നേരം തന്നെ ഇപ്പോൾ അവരെ അറ്റാക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ജൂറാന്റെ മൈൻഡ് കൺട്രോൾ കാരണം അവിടേക്ക് ആ ഒരു വോർഷിപ്പേഴ്സ് ഒക്കെ ഒരു സോംബികളെ പോലെ എത്തുന്നുണ്ട്. അങ്ങനെ അവര് ചേനീനെയും സണ്ണിനെയും ടാർഗറ്റ് ചെയ്ത് അവരുടെ അടുത്തേക്ക് നടക്കവേ തന്നെ ഇപ്പൊ മുത്തശ്ശി ആ ഒരു ഡിറ്റക്റ്റീവിനെയും കൂട്ടിയിട്ട് അവിടേക്ക് എത്തുകയും ആ ഒരു വോർഷിപ്പേഴ്സിനോട് മൈക്രോഫോൺ ഉപയോഗിച്ച് സംസാരിക്കുകയും ചെയ്യുമ്പോൾ ജൂറാന്റെ ആ ഒരു മൈൻഡ് കൺട്രോൾ അവിടെ വെച്ച് ബ്രേക്ക് ആകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ തങ്ങൾ എന്താണ് ഇവിടെ ചെയ്യുന്നതെന്ന് മനസ്സിലാവേണ്ട അവരെല്ലാരും ഇപ്പൊ നോർമൽ ആകുന്നുണ്ട്. ഇതേ നേരം തന്നെ ലീ ഇപ്പോൾ ഡോക്ടർ ഹാനെ നേരിട്ട് ചെന്ന് കണ്ടിട്ട് അവൻ എന്തിനാണ് ഇത്രയും ഒരു ക്രൈം ചെയ്യുന്നതെന്നും എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഒരു എൻ്റയർ സിറ്റിയെ തന്നെ നശിപ്പിക്കാനായിട്ട് പോകുന്നതിനും അവരുടെ അടുത്ത് ചോദിക്കുമ്പോൾ 20 വർഷം മുമ്പ് താൻ 75 കുട്ടികളിൽ ഇതുപോലുള്ള എക്സ്പെരിമെന്റ്സ് നടത്തിയെന്നും അതിൽ 25 സ്പോട്ടിൽ വെച്ച് തന്നെ മരണപ്പെട്ടു പോവുകയും ബാക്കി 50% ചെറുതായിട്ട് ട്രാൻസ്ഫോം ചെയ്തെങ്കിലും പിന്നീട് വ്യത്യസ്ത കാരണങ്ങളാൽ മരണപ്പെട്ടു പോവുകയായിരുന്നു ചെയ്തിരുന്നത്. ആക്ച്വലി അതിൽ ഒരാളായിരുന്നു ആ ഒരു ഇമ്മോർട്ടൽ ആയിട്ടുള്ള ചൈൽഡ്. അതുപോലെ തന്നെ ഈ ഒരു എൻ്റയർ സിറ്റിയിൽ ഒരു പക്ഷേ ആ ഒരു കെമിക്കൽ അവൻ ഇടുകയാണെങ്കിൽ അതിൽ ഏതെങ്കിലും ഒരാളെങ്കിലും എന്തായാലും ഇമ്മോർട്ടൽ ആയിട്ടുള്ള ചൈൽഡ് ആവുമെന്നും അത് വെച്ച് തനിക്ക് ഈ ഒരു ലോകത്തിന് തന്നെ മാറ്റിയെടുക്കാമെന്നും ഡോക്ടർ ഹായിപ്പോ അവന്റെ അടുത്ത് പറയുന്നുണ്ട്. ഇത് കേട്ട് ദേഷ്യം വരുന്ന ലീ ആകട്ടെ അതിലും നല്ലത് ഈ ഒരു ലോകത്തെ രക്ഷിക്കുന്നതിന് വേണ്ടി നീ തന്നെ മരിക്കുന്നതല്ലേ എന്ന് പറഞ്ഞിട്ട് അവനിപ്പോ ഡോക്ടർ ഹായിനെ കൊല്ലാൻ നോക്കുമ്പോൾ പെട്ടെന്ന് അവന്റെ മുമ്പിലേക്ക് ഒരുപാട് ലേസേഴ്സ് പോയിന്റഡ് ആകുന്നുണ്ട്. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ പാലിന് കൊന്ന ആ ഒരു ദേഷ്യത്തില് ഇപ്പൊ ജുറാൻ തന്നെ ലീയെ കൊല്ലുന്നതിനായിട്ട് മുൻകൈ എടുത്തിട്ട് കുറെ സോൾജിയേഴ്സിനെ മൈൻഡ് കൺട്രോൾ വഴി അവരോട് ലീയെ കൊല്ലാനായിട്ടുള്ള ഓർഡർ ഇപ്പോൾ കൊടുത്തിരിക്കുകയാണ്. അങ്ങനെ ഇപ്പോൾ ലീയുടെ ചുറ്റും ഒരുപാട് സോൾജിയേഴ്സ് അവിടെ തന്നെ പോയിന്റ് ചെയ്തിട്ട് എല്ലാരും അവന്റെ മേത്തേക്ക് ഷൂട്ട് ചെയ്യുന്നുണ്ടെങ്കിലും ഒരൊറ്റ ബുള്ളറ്റ് പോലും അവന്റെ മേത്ത് കൊള്ളാണ്ട് അവന്റെ ടെലികൈനസിസ് എന്ന ആ ഒരു പവർ വെച്ചിട്ട് അവന് ചുറ്റുമുള്ള ഓരോ ബുള്ളറ്റിനെയും എയറിൽ പറത്തി നിർത്തിയിട്ട് പിന്നീട് അതിനെ വന്ന വഴിക്ക് തന്നെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ തിരിച്ച് വിടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പൊ ആ ഒരു ബുള്ളറ്റ് അതിനെ ഷൂട്ട് ചെയ്ത സോൾജിയേഴ്സിന്റെ മേത്തേക്ക് തന്നെ തിരിച്ച് ചെല്ലുകയും ഒരുപാട് സോൾജിയേഴ്സ് ഇഞ്ചേർഡ് ആവുകയും ചെയ്യുന്നുണ്ട്. ഇതേ നേരം ജൂറാനാകട്ടെ കഷ്ടിച്ച് എങ്ങനെയോ അവിടെ നിന്ന് തെന്നി മാറിയെങ്കിലും പോവും വഴി ഒരു ബുള്ളറ്റ് ഇപ്പോൾ ഡോക്ടർ ഹായുടെ മേത്ത് തറച്ചിട്ടുണ്ടായിരുന്നു. തൊട്ടു പുറകെ തന്നെ അവരുടെ ബാക്കിലായിട്ട് വലിയൊരു എക്സ്പ്ലോഷൻ തന്നെ നടക്കുന്ന കാരണം കൊണ്ട് അവിടെയുള്ള എല്ലാം ഇപ്പോൾ ചിന്നിച്ചതറി പോകുന്നുണ്ട്. അങ്ങനെ ഈ നടക്കുന്ന സൗണ്ടൊക്കെ കേട്ടിട്ട് ചേനി ഇപ്പോൾ വേഗം തന്നെ അവിടേക്ക് ടെലിപ്പോർട്ട് ചെയ്ത് എത്തിയതിനു ശേഷം ഓരോരുത്തരെയും നോക്കിയിട്ട് അവളിപ്പോൾ തന്നെ മാസ്റ്റർ ആയിട്ടുള്ള ലീക്ക് വേണ്ടി അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കാണുന്ന ഇഞ്ചേർഡ് ആയിട്ടുള്ള സോൾജിയേഴ്സിനെ അവൾ അവിടെ നിന്ന് രക്ഷപ്പെടുത്തി ടെലിപ്പോർട്ട് ചെയ്ത് കൊണ്ടുവരികയും ചെയ്യുന്നുണ്ട്. പക്ഷെ എത്രയൊക്കെ നോക്കിയിട്ടും അവൾക്ക് ലീയെ മാത്രം ആ ഒരു കൂട്ടത്തിൽ കണ്ടുപിടിക്കാനായിട്ട് സാധിച്ചിരുന്നില്ല. ആക്ച്വലി ഈ ഒരു ഡ്രാമയുടെ തുടക്കത്തിൽ 20 വർഷം മുമ്പ് അവിടെ നടന്ന എക്സ്പെരിമെന്റ്സിലൊക്കെ പുറത്തെ ഒരു സെക്യൂരിറ്റി ആയിട്ട് നിന്നിരുന്ന കിം എന്നൊരാളെ അവർ പിടിച്ചുകൊണ്ട് പോകുന്നത് നമ്മൾ കണ്ടിരുന്നല്ലോ. പക്ഷെ വർഷങ്ങൾക്ക് മുമ്പ് കിമ്മിന് ഈ കുട്ടികളുടെ ദുരവസ്ഥ അറിയാമായിരുന്നെങ്കിലും അവൻ അവരെ രക്ഷിക്കാനായിട്ട് ഒന്നും തന്നെ ചെയ്യാനായിട്ട് സാധിച്ചിരുന്നില്ല. അതുകൊണ്ട് ഈ ഒരു അവസരം മുതലെടുത്ത് താൻ ചെയ്ത ഒരു തെറ്റ് തിരുത്തുന്നതിന് വേണ്ടി ഇപ്പൊ കിമ്മ തന്നെയാണ് ലീയെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തിയിരുന്നത്. ഇതേ നേരം ജൂറാൻ ആകട്ടെ നേരെ വന്ന് ഡോക്ടർ ഹായിനെ നോക്കുമ്പോൾ അവൻ ഓൾറെഡി ഒരു ബുള്ളറ്റ് തറച്ചിട്ടുള്ളതും ഇപ്പൊ അൺകോൺഷ്യസ് ആയതും കാരണം അവൻ ഡേഞ്ചറിലാണെന്ന് മനസ്സിലാക്കി ജുറാൻ ഇപ്പോൾ അവളുടെ കയ്യിലുണ്ടായിരുന്ന ചേനിയുടെ ബ്ലഡിൽ നിന്ന് തയ്യാറാക്കിയ ആ ഒരു സെറം ഇപ്പോൾ നേരെ ഡോക്ടർ ഹായുടെ മേത്ത് കുത്തിവെക്കുന്നുണ്ടെങ്കിലും അവന്റെ ഹാർട്ട് നിന്നൊന്ന് മാത്രമല്ല അവൻ ആ ഒരു സ്പോട്ടിൽ തന്നെ ഇപ്പൊ ഡെഡായി പോകുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ താൻ സഹോദരനായിട്ട് കണ്ടിരുന്ന പാലും അച്ഛനായിട്ട് കണ്ടിരുന്ന ഡോക്ടർ ഹായും മരിച്ച കാരണം കൊണ്ട് അതിന്റെ ദേഷ്യത്തില് ജുറാനപ്പോ അവൾ കൺമുമ്പിൽ കാണുന്ന എല്ലാവരെയും മൈൻഡ് കൺട്രോൾ വെച്ച് ചെയ്തിട്ട് ചേനിയുടെ ലീഡി നേരെ തിരിക്കുന്നുണ്ട്. എന്തിനു പറയുന്നു, അവളിപ്പോ ഡിറ്റക്റ്റീവിനെ പോലും മൈൻഡ് കൺട്രോൾ ചെയ്തിട്ട് മുത്തശ്ശിയെ അറ്റാക്ക് ചെയ്യാനായിട്ട് ഡിറ്റക്റ്റീവിനോട് ആവശ്യപ്പെടുമ്പോൾ തക്ക സമയത്ത് തന്നെ ചേനി അവിടേക്ക് എത്തിയിട്ട് മുത്തശ്ശിയും കൂടി സേഫ് ആയിട്ടൊരു സ്ഥലത്തേക്ക് ടെലിപ്പോർട്ട് ചെയ്ത് കടന്നു കളയുകയും ചെയ്യുന്നുണ്ട്. ഇതേ നേരം തന്നെ എന്റെ സിറ്റി ആപത്തിലാണെന്ന് മനസ്സിലാക്കുന്ന സണ്ണപ്പോ അന്ന് വൈകുന്നേരം അവിടെ നടക്കുന്ന ഫെസ്റ്റിവലിൽ വെച്ചിട്ടാണ് അവർ ഈ ഒരു ക്രൈം പ്ലാൻ ചെയ്തെന്ന് ഉറപ്പിച്ചിട്ട് ആ ഒരു ഫെസ്റ്റിവൽ നടക്കുന്ന സ്ഥലത്തെത്തിയിട്ട് അവിടെ ഫെസ്റ്റിവലിന്റെ
കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്ന അവന്റെ ഭാര്യയുടെ അടുത്തും മകളുടെ അടുത്തും ആ ഒരു എൻറ്റയർ ക്രൗഡിന്റെ അടുത്തും നിങ്ങൾ ഇവിടെ നിൽക്കരുതെന്നും സേഫ് അല്ലെന്നും ഈ ഒരു ദുരിതം ഇന്ന് രാത്രി ഇവിടെ സംഭവിക്കുന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇവൻ എന്ത് ഭ്രാന്താണ് പറയുന്നതെന്ന് പറഞ്ഞിട്ട് എല്ലാവരും അവനെ പുച്ഛിക്കുന്നു മാത്രമല്ല ഇത് കേട്ട് ആകെ നാണക്കേടാകുന്ന അവന്റെ ഭാര്യ അവിടെ നിന്ന് ഓടിപ്പോവുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ താൻ സത്യം പറഞ്ഞിട്ടും ആരും അവനെ വിശ്വസിക്കാതെ കണ്ടിട്ട് ആകെ ഡെസ്പായിട്ടിരിക്കുന്ന നമ്മുടെ സണ്ണിനെ കാണാനായിട്ട് കൊങ്ങ് വരുന്നുണ്ട്. ശേഷം ചൈനയും ഇപ്പൊ അവിടേക്ക് ടെലിപ്പോർട്ട് ചെയ്ത് എത്തിയിട്ട് ഇന്ന് രാത്രി എന്തായാലും അവർ പ്ലാൻ ചെയ്തിരിക്കുന്ന ആ ഒരു കാര്യം അവർ നടത്തുന്നു. അതിനുവേണ്ടി ഡോക്ടർ ഹാ തന്റെ ബ്ലൈൻഡ് ആയിട്ടുള്ള സിസ്റ്റേഴ്സിൽ ഒരാളെ സെറ്റ് ചെയ്ത് നിർത്തിയിട്ടുണ്ടെന്നും അവള് മിക്കതും കുറെ ട്രക്കുകളിലായിട്ട് ആ ഒരു കെമിക്കലും കൊണ്ട് സിറ്റിയിലേക്ക് എത്താനായിട്ട് ആയിരിക്കും പ്ലാൻ എന്ന് മനസ്സിലാക്കിയിട്ട് അവർ 3 പേരും കൂടി ഒരൊറ്റ കെട്ടായിട്ട് ബാക്കിയുള്ളവർ അവർ വിശ്വസിച്ചില്ലെങ്കിൽ പോലും തന്റെ സിറ്റിക്ക് വേണ്ടി ഫൈറ്റ് ചെയ്ത് അതിനെ പ്രൊട്ടക്ട് ചെയ്യാമെന്ന് തീരുമാനിക്കുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ അവർ 3 പേരും തമ്മിൽ സ്പ്ലിറ്റ് ചെയ്തിട്ട് ഒന്ന് വഴിക്കേ പോയിട്ട് അങ്ങനെയുള്ള ട്രക്സിന് വേണ്ടി അന്വേഷിക്കുന്നുണ്ടെങ്കിലും അവർക്കത് കണ്ട് കിട്ടുന്നുണ്ടായിരുന്നില്ല. പക്ഷെ ഇതേ നേരം തന്നെ വഴിക്ക് വെച്ചിട്ട് അവർക്ക് ലിയെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അങ്ങനെ ചേനി ഇപ്പോൾ പിന്നെ മാസ്റ്റർ ആയിട്ടുള്ള ലിയെ കണ്ട സന്തോഷത്തിൽ അവന്റെ അടുത്തേക്ക് ഓടി പോകുമ്പോൾ അവനാകട്ടെ തിരിച്ച് ഇവരെ അറ്റാക്ക് ചെയ്യാനായിട്ട് നോക്കുകയാണ്. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം നഷ്ടപ്പെട്ടു പോയിട്ടുള്ള ജൂറാനാകട്ടെ ഇപ്പൊ ഏറ്റവും ലാസ്റ്റ് ലീയുടെ മൈൻഡിൽ തന്നെ കയറിയിട്ട് അവനെ കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ലീ ഇപ്പൊ വളരെ വയലന്റ് ആയിട്ട് അവന്റെ പവേഴ്സ് വെച്ച് കാറുകളൊക്കെ ഇവരുടെ മേത്തേക്ക് എറിയുകയും ഒരു എൻറ്റയർ സിറ്റിയെ തന്നെ അറ്റാക്ക് ചെയ്യാൻ നോക്കുകയും ചെയ്യുന്നുണ്ട്. ഇതേ നേരം സണ്ണാകട്ടെ അവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ കണ്ടിട്ട് നേരെ തന്നെ തന്റെ ഭാര്യയുടെ അടുത്തും മകളുടെ അടുത്തും വന്നിട്ട് മകളെ വളരെ സേഫ് ആയിട്ടുള്ളൊരു സ്ഥലത്തേക്ക് ആക്കിയിട്ട് ഇവളുടെ തലയിൽ ഇയർഫോൺസ് ഒക്കെ വെച്ച് കൊടുത്തിട്ട് തന്റെ ഭാര്യയുടെ അടുത്തും തനിക്ക് നിങ്ങളെ 2 പേരും ഒരുപാട് ഇഷ്ടമാണെന്നും താൻ എന്തായാലും നിങ്ങളുടെ അടുത്തേക്ക് മടങ്ങി വരുമെന്നും അവനവരെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് നേരെ തന്റെ ഫ്രണ്ട്സിനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് അവരുടെ അടുത്തേക്ക് പോകുന്നുണ്ട്. ഇതിനേരം ചൈനയാണെങ്കിൽ അവളുടെ മാക്സിമം ലീയെ ആ ഒരു മൈൻഡ് കൺട്രോളിൽ നിന്ന് ബ്രേക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിലും ജൂറാനാകട്ടെ അവളുടെ എല്ലാ പവറും എടുത്തിട്ട് ലീയെ കൺട്രോൾ ചെയ്യുന്ന കാരണം കൊണ്ട് തന്നെ ലീ ഇപ്പോൾ പാവം നമ്മുടെ ചൈനിയെ തന്നെ കഴുത്തിന് പിടിച്ച് ശ്വാസം വെട്ടിക്കാനായിട്ട് തുടങ്ങുമ്പോൾ ചൈനി അവനെയും കൂട്ടി അവിടെ നിന്ന് ടെലിപ്പോർട്ട് ചെയ്തിട്ട് ഇപ്പൊ ഒരു ഗുഹയിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. ടെലിപ്പോർട്ട് ചെയ്ത കാരണം കൊണ്ട് തന്നെ ഇപ്പൊ ലീയുടെ മൈൻഡ് ബ്രേക്ക് ആയിട്ട് അവൻ ബോധത്തിലേക്ക് തിരികെ വരികയും അവനിപ്പോ ചൈനീനെ ഹഗ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ മൈൻഡ് കൺട്രോളിൽ നിന്നൊക്കെ ബ്രേക്ക് ആയ ലീയും വീണ്ടും ടെലിപ്പോർട്ട് ചെയ്തിട്ട് സണ്ണിന്റെയും കൊങ്ങിന്റെ ഒപ്പം എത്തിയിരിക്കുകയാണ്. പക്ഷെ ഈ സമയം ജുറാനാകട്ടെ അവരുടെ സിറ്റിയിലുള്ള പാവപ്പെട്ട ഇന്നസെന്റ് ആയിട്ടുള്ള ആൾക്കാരുടെ മൈൻഡ് തന്നെ കൺട്രോൾ ചെയ്തിട്ട് ഇവരുടെ 4 പേരുടെയും എഗെയിൻസ്റ്റ് ആക്കിയിരിക്കുകയാണ്. അങ്ങനെ 4 പേരും അവരുടേതായിട്ടുള്ള സൂപ്പർ പവേഴ്സ് എടുത്തിട്ട് അവരുടെ എതിരെ വരുന്ന ഓരോരുത്തരെയും ഫൈറ്റ് ചെയ്യുന്നതൊക്കെ സണ്ണ് സേഫ് ആക്കിയിട്ട് വെച്ചിരുന്ന അവന്റെ ഭാര്യയും മകളും നോക്കി നിന്ന് അന്തം വിടുന്നുണ്ട്. കാരണം അവരുടെ മുമ്പിൽ നിൽക്കുന്ന സണ്ണിന് ഇങ്ങനൊരു സൂപ്പർ പവർ ഉള്ള ഒരാളായിട്ടോ അവൻ തന്റെ സിറ്റിയെ പ്രൊട്ടക്ട് ചെയ്യുന്നതൊന്നും അവർക്ക് ഒരിക്കലും വിശ്വസിക്കാനായിട്ട് സാധിക്കുമായിരുന്നില്ല. പക്ഷെ ഇവിടെ സണ്ണാകട്ടെ ഒരു വലിയ ബലൂണിലേക്ക് ആൾക്കാരൊക്കെ അവന്റെ പവേഴ്സ് വെച്ചിട്ട് സ്റ്റിക്ക് ചെയ്ത് നിർത്തിയിട്ട് ഷെയ്നി ഇപ്പോൾ ആ ഒരു ബലൂണിനെ തന്നെ അവിടെ നിന്ന് ടെലിപ്പോർട്ട് ചെയ്യുന്ന കാരണം കൊണ്ട് വളരെ എളുപ്പം തന്നെ അവരുടെ എതിരെ വരുന്ന എല്ലാവരും അവർക്ക് തോൽപ്പിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇതേ നേരം ഇതിനൊക്കെ ഒരു അന്ത്യം വേണമെങ്കിൽ അവരെന്തായാലും ജുറാനെ കണ്ടുപിടിക്കണമെന്നും അവൾ എന്തായാലും ഏതെങ്കിലും ബിൽഡിങ്ങിന്റെ മുകളിലായിരിക്കും ഉണ്ടാവാന്ന് പറഞ്ഞിട്ട് സണ്ണിപ്പോ ഓരോ നുണകൾ പറഞ്ഞിട്ട് അവന്റെ പവേഴ്സ് ആക്ടിവേറ്റ് ചെയ്ത് നേരെ ബിൽഡിങ്ങിന്റെ മുകളിലേക്ക് കയറി ലാസ്റ്റ് ജൂറാനെ കണ്ടുപിടിക്കുന്നുണ്ട്. ഇതേ നേരം ജൂറാനെ നോക്കുകയാണെങ്കിൽ അവൾ അവളുടെ പവേഴ്സ് വളരെ എക്സ്റ്റെൻസീവ്ലി യൂസ് ചെയ്ത കാരണം കൊണ്ട് അവളുടെ മുടിയൊക്കെ ഇപ്പൊ ആകെ ഗ്രേ കളർ ആവുകയും അവൾ വളരെ വീക്ക് ആവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇപ്പൊ സണ്ണ് അവളെ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുമ്പോഴേക്കും അവിടേക്ക് അവളുടെ സിസ്റ്റർ ആയിട്ടുള്ള ആ ഒരു ബ്ലൈൻഡ് ആയിട്ടുള്ള ഒരു ലേഡി എത്തിയിട്ട് സണ്ണിനെ അവിടെ നിന്ന് തെറിപ്പിച്ച് കളയാണ്. ഇതേ നേരം അവള് മരിക്കാറാവുമ്പോ പാലും ഡോക്ടർ ഹായൊക്കെ മരണപ്പെട്ടു എന്നും നമ്മുടെ എല്ലാവരുടെയും മരണത്തിന് നീ അവരോട് കണക്ക് ചോദിക്കണം ജുറാനപ്പോ ഒരു ബ്ലൈൻഡ് ആയിട്ടുള്ള ലീഡിന്റെ അടുത്ത് പറയുന്നുണ്ട്. അങ്ങനെ പിന്നീട് നമ്മൾ കാണുമ്പോൾ ഇപ്പൊ ലീയുടെ അടുത്തേക്ക് ചേനി പതിയെ നടന്നു വരികയും അവളിപ്പോ നേരെ ലീനെ ഹഗ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ ആരും അറിയാണ്ട് അവളിപ്പോ ലീയുടെ മേത്തേക്ക് ഒരു കത്തി കുത്തി ഇറക്കിയിട്ടുണ്ടായിരുന്നു. ഇതേ നേരം ഈ സെയിം കാര്യം മുകളിൽ നിന്ന് കാണുന്ന ജുറാനാകട്ടെ മൈൻഡ് കൺട്രോൾ വെച്ച് അവിടെ ഉണ്ടായിരുന്ന ബാക്കി ആൾക്കാരെ വെച്ചിട്ട് ഇപ്പൊ ചേനിയുടെ മേത്തേക്ക് ഒരു കത്തി കുത്തി ഇറക്കി അവളെ കൊന്നുകളയാനായിട്ട് അവരോട് ഓർഡർ ചെയ്യുകയും അവർ ഓൺ ദ സ്പോട്ടിന് തന്നെ ഇപ്പൊ ചേനീനെ ബാക്കിൽ നിന്ന് കുത്തുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇപ്പൊ ഒന്നും മനസ്സിലാവാണ്ട് ജോറാനാകട്ടെ ചൈനിയുടെ കഥ കഴിച്ചു എന്ന് വിചാരിക്കുന്ന നേരം തന്നെ അവിടേക്ക് ഇപ്പൊ ചൈനി കൊങ്ങിന്റെയും സണ്ണിന്റെ ഒപ്പം വരുന്നുണ്ട്. അപ്പോഴാണ് ശരിക്കും നേരത്തെ ലീയെ കുത്തിയതും ജൂറാൻ ചേനിയാണെന്ന് വിചാരിച്ച് അറ്റാക്ക് ചെയ്തതും ശരിക്കും യഥാർത്ഥ ചേനി ആയിരുന്നില്ലെന്നും പകരം അത് ആ ഒരു ബ്ലൈൻഡ് ആയിട്ടുള്ള ലേഡി അവളുടെ പവേഴ്സ് ആയിട്ടുള്ള ഹാലുസിനേഷൻസ് വെച്ചിട്ട് സ്വയം ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഇല്യൂഷൻ ആണെന്നും അവർക്ക് എല്ലാവർക്കും മനസ്സിലായത്. മാത്രമല്ല ഇതിന്റെ ഒടുവിൽ ജൂറാനപ്പോ ആക്രമിച്ചതും യഥാർത്ഥ ചേനീനെ ആയിരുന്നില്ല, തന്റെ സ്വന്തം സിസ്റ്റർ ആയിട്ടുള്ള ഒരു ബ്ലൈൻഡ് ആയിട്ടുള്ള ലേഡീനെ തന്നെയായിരുന്നു. അങ്ങനെ ഈ ഒരു കാര്യം ലീക്ക് മനസ്സിലാകുന്നുണ്ടെങ്കിലും ആ ഒരു ബ്ലൈൻഡ് ലേഡി താഴേക്ക് കുത്തുകൊണ്ട് വീഴുന്ന നേരത്ത് ലീ ഇപ്പോൾ അവളെ പോയിട്ട് പിടിക്കുന്നുണ്ട്. കാരണം 20 വർഷം മുമ്പ് അത്രയും ട്രോമയുടെ ഇടയിൽ ഇവന് മാത്രമല്ല ബാക്കിയുള്ള കുട്ടികൾക്കായാൽ പോലും അവൾ ഒരു ഹാലുസിനേഷൻസ് ഒക്കെ കൊടുത്തുകൊണ്ട് അവരെ ഹാപ്പി ആക്കാറുണ്ടെന്നും അതുകൊണ്ട് അവൾ ശരിക്കും നല്ലൊരു മനസ്സിന് ഉടമയായിരുന്നെന്നും അവനിപ്പോൾ അവളുടെ അടുത്ത് പറയുന്നുണ്ട്.
ഇതേ നേരം തന്നെ എല്ലാരെയും നഷ്ടപ്പെട്ട് ഒറ്റയ്ക്ക് നിൽക്കുന്ന ജൂറാന് താൻ കാരണം അറിയാതെ തന്നെ സ്വന്തം സിസ്റ്ററിനെ കൊന്ന ആ ഒരു കുറ്റബോധത്തോട് കൂടിയിട്ട് വളരെ ഡെവസ്റ്റേറ്റഡ് ആയിട്ട് ഇപ്പൊ മരണത്തിനെയും കാത്ത് അവൾ അവിടെ കിടക്കുന്നുണ്ട്. പക്ഷെ ഇതേ നേരം തന്നെ ആകാശത്തിൽ വലിയൊരു എറോപ്ലെയിനെ പോലെ എന്തോ ഒന്ന് പറന്ന് നിൽക്കുന്നത് അവർ കാണുന്നുണ്ട്. ആക്ച്വലി ഡോക്ടർ ഹായുടെ യഥാർത്ഥ പ്ലാനിൽ ട്രക്കുകളെ കൊണ്ട് ആൾക്കാരുടെ മേത്തേക്ക് സ്പ്രേ ചെയ്യിപ്പിക്കാനല്ലെന്നും പകരം ആകാശത്തേക്കുള്ള ഒരു ബലൂണിന് പോലെ അവർ ആ ഒരു കെമിക്കലൊക്കെ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണെന്നും അത് പൊട്ടി താഴേക്ക് വരുമ്പോൾ ഈ ഒരു എൻറ്റയർ സിറ്റി നശിക്കുമെന്നും ആയിരുന്നു അവരുടെ യഥാർത്ഥ പ്ലാൻ എന്നും ഇപ്പോൾ അവരെല്ലാവരും മനസ്സിലാക്കിയിട്ട് ഇതിനെ തടുക്കാനായിട്ട് നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ലെന്നും നമുക്ക് ഈ സിറ്റിയെ രക്ഷപ്പെടുത്താനായിട്ട് സാധിക്കില്ലെന്നും അവർ തീരുമാനിക്കുമ്പോഴാണ് പെട്ടെന്ന് ചെയിനിക്ക് ഒരു ഐഡിയ തോന്നുന്നത്. അങ്ങനെ അവളിപ്പോ കങ്ങിന്റെ അടുത്ത് തന്നെയും സണ്ണിനെയും അവന്റെ പവേഴ്സ് വെച്ച് നേരെ ആകാശത്തോട്ട് ആ ഒരു ബലൂണിന്റെ മേത്തേക്ക് എറിയാനും അവിടെ വെച്ച് കങ്ങിന്റെ ഒട്ടിപ്പിടിപ്പിക്കുന്ന ആ ഒരു പവർ വെച്ചിട്ട് ചെയിനിക്ക് അവിടെ ഒട്ടിപ്പിടിച്ചിരിക്കാനും ശേഷം ആ ഒരു ബലൂണിനെ കൊണ്ട് തന്നെ അവിടെ നിന്ന് ടെലിപ്പോർട്ട് ചെയ്ത് മറ്റേതെങ്കിലും സ്ഥലത്തേക്ക് പോവാനും സാധിക്കുമെന്നും ചെയിനി ഇപ്പോൾ പറയുന്നുണ്ടെങ്കിലും ആദ്യം അത് കേൾക്കുന്ന ബാക്കി 3 പേരും അത് കേൾക്കാനായിട്ട് തയ്യാറാകുന്നുണ്ടായിരുന്നില്ല. കാരണം ഈ ഒരു പ്ലാന് വളരെയധികം റിസ്കി ആണെന്നും അത് അവൾ സ്വയം സാക്രിഫൈസ് ചെയ്യുന്നതിന് തുല്യമാണെന്നും അവരിപ്പോൾ പറയുന്നുണ്ടെങ്കിലും ഈ ഒരു സിറ്റിയെ രക്ഷിക്കാനായിട്ട് വേറെ മാർഗമില്ലാത്തതുകൊണ്ട് അവരതിന് തയ്യാറാവുന്നുണ്ട്. അങ്ങനെ ഇപ്പൊ കങ് അവളെയും സണ്ണിനെയും നേരെ ആകാശത്തോട്ട് എറിയുകയും അവിടെ എത്തിയതിനു ശേഷം ചെയിനിനെ സേഫ് ആക്കിയിട്ട് സണ്ണ് നേരെ താഴേക്ക് ചാടുകയും ലീയെ അവനെ സേഫായിട്ട് പിടിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. മാത്രമല്ല ഇപ്പൊ മുകളിലേക്ക് എത്തുന്ന ചെയിനി കറക്റ്റ് ആ ഒരു ബലൂണിൽ അവര് ഒട്ടിപ്പിടിപ്പിച്ചിട്ടുണ്ടായിരുന്ന ടൈം ബോംബ് അവിടെ വെച്ച് പൊട്ടിത്തെറിച്ച് ആ ഒരു കെമിക്കലെല്ലാം ആ ഒരു സിറ്റിയുടെ മേത്തേക്ക് വീടിനേക്കാൾ മുമ്പ് തന്നെ ഡിസംബർ 31 കറക്റ്റ് 12 മണി ആ ഒരു ന്യൂ ഇയറിന്റെ സമയത്ത് അവൾ അവിടെ നിന്ന് ടെലിപ്പോർട്ട് ചെയ്തിട്ട് മറ്റിങ്ങോട്ടും പോകുന്നുണ്ട്. താഴെ നിന്ന് നോക്കുന്നവർക്ക് ഒരു എക്സ്പ്ലോഷൻ ആകാശത്ത് കാണാനായിട്ട് പറ്റിയെങ്കിലും അത് താഴേക്ക് എത്തും മുമ്പ് തന്നെ ചെയിനി സക്സസ്ഫുള്ളി തന്നെ ടെലിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ വിഷമകരമെന്ന് പറയട്ടെ, ആ ഒരു ഇൻസിഡന്റിന് ശേഷം പിന്നീട് ആരും തന്നെ ചെയിനിനെ കണ്ടിട്ട് ഉണ്ടായിരുന്നില്ല. മാത്രമല്ല അവിടെ നടന്ന അത്രയും കാര്യങ്ങളൊന്നും തന്നെ ബാക്കിയുള്ള ഒരാൾക്ക് പോലും ഓർമ്മയുണ്ടായിരുന്നില്ലെന്ന് മാത്രമല്ല അവരെല്ലാരും ഇപ്പൊ ന്യൂ ഇയർ ആഘോഷിക്കുമ്പോൾ നമ്മുടെ വണ്ടർഫുൾസ് മാത്രം ചെയിനിനെ ആലോചിച്ച് വിഷമിച്ച് ഇരിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ആരൊക്കെ എന്തൊക്കെ മറന്നാലും ഒരു പക്ഷെ സണ്ണ് തന്റെ മകളുടെ തലയിൽ ആ ഒരു ഇയർഫോൺ വെച്ചു കൊടുത്തതുകൊണ്ടായിരിക്കണം അവൾക്ക് മാത്രം നടന്ന എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായിട്ട് ഓർമ്മയുണ്ടായിരുന്നു. തന്റെ അച്ഛൻ സൂപ്പർ ഹീറോ ആണെന്നുള്ള ആ ഒരു കോൺഫിഡൻസ് അവളുടെ ഉള്ളിലും നിറഞ്ഞിരുന്നു. ഇതേ നേരം ചെയിനി എങ്ങോട്ട് ഓടിപ്പോയെന്നും അവൾ മരിച്ചു എന്ന് വിചാരിച്ചിട്ട് മുത്തശ്ശിയും അവരുടെ നൈബേഴ്സും എല്ലാരും കൂടിയിട്ട് അവൾക്ക് വേണ്ടിയിട്ട് ഒരു ഫ്യൂണറൽ തന്നെ അറേഞ്ച് ചെയ്യുകയും അതില് എല്ലാവർക്കും ഫുഡ് കൊടുത്തോണ്ടിരിക്കുമ്പോൾ കുറെ നാളുകളായിട്ട് ഫുഡ് കണ്ടിട്ടില്ലാത്ത പോലെ ഉഷിഞ്ഞ ഡ്രസ്സിൽ ഒരാൾ അവിടേക്ക് കയറി വരികയും വലിച്ചു വാരി ചെയിനിയുടെ ഫ്യൂണറലിന് ഉണ്ടാക്കിയിട്ടുള്ള ആ ഒരു ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ഡൗട്ട് തോന്നി അവര് ആ ഒരു മുഖം മറിച്ച ആളെ നോക്കുമ്പോഴാണ് അത് ശരിക്കും ചെയിനി തന്നെയാണെന്ന് അവർക്ക് മനസ്സിലാകുന്നത്. ആക്ച്വലി അവള് ടെലിപ്പോർട്ട് ചെയ്ത് പോയിട്ടുണ്ടായിരുന്നത് ഒരു ഡെസേർട്ടിലേക്കാണെന്നും അവിടെ നിന്ന് എങ്ങനെ തിരിച്ചു വരണമെന്ന് ഐഡിയ ഇല്ലാത്തതുകൊണ്ടാണ് ഇത്രയും ലേറ്റ് ആയെന്നും ഇപ്പതാ കുളിക്കാണ്ട് നനയ്ക്കാണ് അവൾ കയറി വന്നിരിക്കുന്നതും അതുകൊണ്ട് തന്നെയാണെന്നും അവൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. എന്തൊക്കെയായാലും അവൾ തിരിച്ചു വന്നത് കണ്ടിട്ട് അവിടെ നിൽക്കുന്ന എല്ലാവരും വളരെയധികം ഹാപ്പി ആകുന്നുണ്ട്. ഇതേ നേരം അവളെ കാണാണ്ട് വളരെയധികം വിഷമിച്ച് അവൾ ഇന്ന് വരും നാളെ വരും എന്ന പ്രതീക്ഷയിൽ നിന്നുകൊണ്ടിരുന്ന ലീ ആകട്ടെ ഈ ഒരു വാർത്ത അറിഞ്ഞിട്ട് അവളെ കാണാനായിട്ട് ഓടി വരികയും അവരെ രണ്ടുപേരും ഫൈനലി ഹഗ് ചെയ്യുകയും അവരെ ഒന്നിക്കുകയും ചെയ്യുന്നുണ്ട്. കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ ലീ ഇപ്പോൾ അവന്റെ എന്നത്തെയും ആഗ്രഹം പോലെ തന്നെ തനിക്ക് ചെറുപ്പത്തിലെ നഷ്ടപ്പെട്ട ഇനി സ്വന്തം അമ്മയെ കാണാനായിട്ട് അമ്മയുടെ അഡ്രസ്സൊക്കെ കണ്ടുപിടിച്ച് അവിടേക്ക് ചെല്ലുകയും അമ്മനെ കാണുകയും ചെയ്യുന്നുണ്ട്. ഇത് നേരം ആ ഒരു അമ്മയ്ക്കാകട്ടെ അവനൊന്നും പറയാണ്ട് തന്നെ വന്നിരിക്കുന്നത് തന്റെ മകനാണെന്നുള്ള ആ ഒരു സത്യം ആ ഒരു അമ്മയെ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചോരയെ തിരിച്ചറിയുകയും ലീക്ക് അവന്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം തന്നെ സാധിച്ച് കിട്ടിയിരിക്കുകയും ചെയ്തിരിക്കുകയാണ്. അങ്ങനെ ആ ഒരു സിറ്റിയും പഴയ പോലെ ഹാപ്പിയുള്ള നോർമൽ ആയിട്ടുള്ളൊരു സിറ്റി ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണെങ്കിലും ആ ഒരു ചർച്ചിനെ നമ്മളിപ്പോൾ വീണ്ടും കാണിക്കുമ്പോൾ അവിടെ മരിച്ച് ദ്രവിച്ച് കിടക്കുന്നുണ്ടായിരുന്ന ഡോക്ടർ ഹായുടെ ബോഡിക്ക് പെട്ടെന്ന് ജീവൻ വെക്കുകയും അയാൾ കണ്ണു തുറക്കുകയും ചെയ്തിരിക്കുകയാണ്. ഇതേ നേരം ആർക്കും വേണ്ടാന്നും പ്രത്യേകിച്ച് ഒരു ഉപകാരവും ഇല്ലാണ്ട് എഴുതപ്പെട്ടിരുന്ന 3 പേരും കൂടിയിട്ട് ആ ഒരു സിറ്റിയെ തന്നെ രക്ഷപ്പെടുത്തിയ സന്തോഷത്തിൽ വളരെ ഹാപ്പി ആയിട്ട് കോൺഫിഡന്റ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ വണ്ടർഫുൾസിനെയും കാണിച്ച് നമ്മുടെ ഫൈനൽ എപ്പിസോഡ് ഇവിടെ എൻഡ് ചെയ്യാണ്. സോ ഗൈസ്, ഇതിന്റെ എൻഡിങ്ങിലായിട്ട് ഡോക്ടർ ഹാ കണ്ണു തുറക്കുന്നത് നമ്മൾ കണ്ടിരുന്നല്ലോ. അത് മേ ബി അവൻ മരിക്കാൻ നേരത്ത് ജൂറാൻ അവന്റെ ബോഡിയിലേക്ക് കുത്തിവെച്ചിരിക്കുന്ന ആ ഒരു സെറം കൊണ്ട് ആയിരിക്കാം. എനിവേ, ഇനി ജീവൻ വെക്കുന്ന അവൻ എന്താണ് ചെയ്യാൻ പോകുന്നതെന്നും ഒരിക്കൽ കൂടി അവൻ ചേനിക്കും കൂട്ടർക്കും ഭീഷണി ആവുന്നൊന്നും തന്നെ നമുക്ക് അറിയില്ല. എനിവേ, ഇതിന്റെ ഒരു 2ാം ഭാഗം വരട്ടെ എന്ന് നമുക്ക് ആശ്വസിക്കാം. സോ അങ്ങനെ ഒത്തിരി കുറുമ്പുകളും കുട്ടിത്തും ഒക്കെ നിറഞ്ഞ ഈ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഡ്രാമ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ ഡ്രാമ ഇഷ്ടപ്പെട്ടവരെല്ലാവരും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇനി ഇതുപോലുള്ള നല്ല ഡ്രാമകളുമായിട്ട് നമുക്ക് പിന്നെ വീണ്ടും കാണാം. അപ്പോൾ till then, take care and bye bye.